ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി US ഒരു പ്രസംഗം നടത്തി വലിയ വിവാദവും ചർച്ചയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതായത് BJPക്കെതിരെ നിന്ന് സംസാരിക്കുന്ന ഓരോ അവസരങ്ങളും രാഹുൽ ഗാന്ധി പാഴാക്കാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ US നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം ആ ഒരു അവസരം പാഴാക്കാതെ തന്നെ ഉപയോഗപ്രദമാക്കിയിട്ടുണ്ട്. അപ്പോൾ RSSനും BJPക്കുമെതിരെയും പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഒരു വിവാദപരമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതായത് ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് BJP മുന്നോട്ട് വെച്ച പല വാഗ്ദാനങ്ങളും ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദി എന്ന വ്യക്തി വോട്ട് നേടാൻ വേണ്ടിയിട്ട് മതങ്ങളെ ഭിന്നിപ്പിച്ചും വർഗീയത സൃഷ്ടിച്ചുമൊക്കെയാണ് അന്ന് വോട്ട് നേടിയത്. അന്ന് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ രീതിയിലൊരു പ്രസംഗം വളരെയധികം ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ പ്രസംഗത്തിന് ശേഷം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളൊരു രീതിയിൽ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇനിയും തടയണം. ഇനി ഇങ്ങനെ മറ്റ് വിദേശ രാജ്യങ്ങളിലായാലും ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും ഇതുപോലെ BJPക്കെതിരെ നിന്നുള്ള ഇത്തരം പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളൊരു പരാമർശമാണ് നമ്മുടെ അമിത് ഷാ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് US പോയി രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസംഗമാണ് ഇപ്പോൾ ഈ BJPക്ക് അകത്ത് മൊത്തത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ BJPക്ക് ഒരു ചെറിയ ഇടിവ് വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ ഒരു ഇടിവിനെ പറ്റിയും രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും അമിത് ഷാ പറയുന്നുണ്ട്. അതായത് 300-400 സീറ്റുകളുടെ ഒരു ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടുമെന്നുള്ളത് BJPക്കാർ വിചാരിച്ചിരുന്നില്ല. തൻ്റെ ഭാരത് ജോഡോ യാത്രയെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ ആയിരുന്നു ഭാരത് ജോഡോ യാത്ര പൂർത്തിയാക്കിയതിൻ്റെ 2ാം വാർഷികമൊക്കെ അദ്ദേഹം ആഘോഷിച്ചത്. അപ്പം ഭാരത് ജോഡോ യാത്ര നടത്തി അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന വണ്ണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരിക്കലും BJP വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രസംഗം മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ലണ്ടനിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി. അന്ന് നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ മതപ്രചാരണം അതല്ലെങ്കിൽ വർഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നു, രാഷ്ട്രീയപരമായ പോർവിളികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്യുക, അതായത് അറസ്റ്റിലോട്ടൊക്കെ പോകുന്ന രീതിയിലൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളൊക്കെ ഉയർന്ന വലിയൊരു വിവാദമായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങൾ ചെന്നിട്ട് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതെൻ്റെ പഴയൊരു ഹിസ്റ്ററി വെച്ചിട്ടും ഇപ്പോൾ നിലവിൽ ഈ കഴിഞ്ഞ പ്രസംഗവും വെച്ചിട്ടാണ് അമിത് ഷാ പറയുന്നത്. എന്താണ് സൂര്യക്ക് തോന്നുന്നത്? എവിടെയാണ് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചത്? ഇവിടെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഒരു പാർട്ടിയെ നമ്മൾ തള്ളിപ്പറഞ്ഞത് കൊണ്ടോ പാർട്ടിയെ നമ്മൾ വിമർശിച്ചത് കൊണ്ടോ ഒരിക്കലും രാജ്യത്തെ തള്ളിപ്പറയുന്നു എന്ന അർത്ഥത്തിലാകില്ല. പിന്നെ രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനങ്ങൾ നടത്തുന്നതും അവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളെ കാണുന്നതും ഇന്ത്യയിലെ സ്ഥിതിഗതികൾ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായത്തിൽ അവിടെ അറിയിക്കുന്നതുമെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പോരാഞ്ഞിട്ട് ഒരു പ്രതിപക്ഷ നേതാവെന്ന രീതി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് മറ്റു രാജ്യങ്ങളിലെ ഇന്ത്യക്കാരെയും കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയിക്കുക എന്നുള്ളത്, ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മറ്റു രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരെയും അറിയിക്കുക എന്നുള്ളത്, അതിൻ്റെ ഭാഗമായിട്ട് വേണം അദ്ദേഹം ഇത്തരത്തിലുള്ള വിദേശ സന്ദർശനങ്ങൾ നടത്തുന്നുമുണ്ട്. അപ്പോൾ അവിടെ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറയുന്നില്ല അദ്ദേഹം. ഏത് പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെയും ഒരുപക്ഷെ സംഘപരിവാറിനെയോ RSS നേതാക്കളെയോ അല്ലെങ്കിൽ മോദി എന്ന വൻമരത്തെ പറ്റി എതിർത്ത് സംസാരിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എതിർത്ത് സംസാരിക്കുന്നത് ഇവിടെ തന്നെ കാണുന്നില്ല. പിന്നെ അദ്ദേഹം ഇടപഴകുന്ന നേതാക്കന്മാരും പോകുന്ന വിദേശ രാജ്യങ്ങളും ഇതിനെ സംബന്ധിച്ചും അമിത്ഷാ പറഞ്ഞിരുന്നു. ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്, ദേശവിരുദ്ധമായിട്ടുള്ള സന്ദർശനങ്ങൾ നടത്തുന്നു, ദേശവിരുദ്ധമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം വെച്ച് പുലർത്തുന്നു, അവരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയും അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നു എന്ന രീതിയിൽ. ഞാൻ ചോദിക്കുന്നത്, പ്രധാനമന്ത്രി ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്? ഇന്ത്യക്ക് എതിരെ നിന്നിട്ടുള്ള പല രാജ്യങ്ങളെ പോലും ഇന്ന് സുഹൃത്ത് ബന്ധത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള വിദേശ സന്ദർശനങ്ങളിലൂടെയും കൂടിക്കാഴ്ചകളിലൂടെയും മീറ്റിങ്ങുകളിലൂടെയും തന്നെയാണ്. ഇതേ മാർഗം തന്നെയാണ് രാഹുൽ ഗാന്ധിയും സ്വീകരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് സംസ്ഥാനങ്ങൾ
രാജ്യത്തിനകത്തോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തോ സഞ്ചരിക്കുന്നത് ഒരിക്കലും തെറ്റായി ഒരു പ്രവണതയായി സ്വീകരിക്കാവുന്നതല്ല. പിന്നെ അമിത്ഷാ പറഞ്ഞത് എത്രത്തോളം ഇവിടെ വാസ്തവമാവും? പ്രതിപക്ഷ നേതാവാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് തീർച്ചയായിട്ടും ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും. കോൺഗ്രസിന് ഒരു ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യത്തുള്ള ഇന്ത്യക്കാരെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും. ആ ഒരു രീതിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും രാജ്യവിരുദ്ധ പ്രവർത്തനമായോ രാജ്യവിരുദ്ധമായി സംസാരമായോ കാണേണ്ടതില്ല. പിന്നെ BJPക്കെതിരെ സംസാരിക്കുന്നു എന്നത് ഒരിക്കലും രാജ്യവിരുദ്ധമായി പറയാൻ പറ്റുന്നതല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു BJPക്ക് ഒരു ഭയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് നാളെ ഒരു സമയത്ത് തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്നൊരു ഭയം കാരണമാവാം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര നടത്തി 300-400-ലധികം ഭൂരിപക്ഷം അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളത് അതിൻ്റെ ഒരു വലിയൊരു തെളിവാണ്. നാളെ ഞങ്ങൾക്ക് ഇദ്ദേഹം ഒരു ഭീഷണിയാവാം എന്നുള്ള ഒരു ഭയം BJPക്കുള്ളിൽ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പരാമർശം മുന്നോട്ട് വെച്ചത്. അതായത് ഇപ്പോൾ വിദേശ സന്ദർശനം നടത്തി അദ്ദേഹം, ശരിയാണ്, ഇന്ത്യക്കെതിരെ നിന്നൊന്നും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോ അങ്ങനൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ BJPക്കെതിരെയും RSSനെതിരെയും അവർ മുന്നോട്ട് വെച്ച ലോക്സഭയിൽ അവർ മുന്നോട്ട് വെച്ച കുറേ വാഗ്ദാനങ്ങൾ നടപ്പിലാകുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഇന്ത്യ അനുകൂലിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതായത് BJPക്കാർക്ക് ബംഗാളി, തമിഴ്, തുളു ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഈ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, മണിപ്പൂരി, ഇങ്ങനെയുള്ള ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളെ അധമ ജനങ്ങൾ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നതെന്നാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത്. BJPക്കാർ ഈ വിഭാഗത്തിലുള്ള ആൾക്കാരെ വളരെ താഴെത്തട്ടിലുള്ള ജനങ്ങളാണ്, അവരെ വേറൊരു രീതിയിലാണ് അവർ കാണുന്നതെന്നാണ് ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞു. ചിലപ്പോൾ അതുമായിരിക്കാം നമ്മുടെ രാജ്യത്തിൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJPയുടെ തലവനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ അതായത് വേറെ കൃത്യത്തിൽ കാണുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരം ഒരു പക്ഷേ ഭാവിയിൽ BJPയുടെ ഭാവിയെ തകർത്തേക്കാം. ഇനിയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ BJP സാരമായി ബാധിച്ചേക്കാം എന്നുള്ള ഒരു ഭയം കൊണ്ടാവാം ചിലപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തരത്തിലൊരു തട ഇപ്പോഴേ ഇട്ടു തുടങ്ങിയത്. അമിത്ഷാ ഇവിടെ ഊന്നൽ കൊടുത്തേക്കുന്നത് രാഹുൽ ഗാന്ധി ഇനി വളരാൻ അനുവദിക്കരുത് എന്നുള്ളൊരു അജണ്ട തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അതായത് നമ്മളെല്ലാവരും കണ്ടതാണ് പാർലമെന്റ് ആദ്യ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ മണിക്കൂറുകളോളം നീണ്ട ഒരു പ്രസംഗം. അതിൽ തന്നെ ഭയന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ തന്നെ. കൃത്യമായ മറുപടി ഒന്നും തന്നെ കൊടുക്കാനായില്ല. അപ്പോൾ അവർ ഉന്നയിച്ച ഏക വാദം എന്ന് പറയുന്നത് ശിവന്റെ ചിത്രത്തെ ഉയർത്തിപ്പിടിച്ചുള്ള ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ നടത്തി എന്ന രീതിയിലും ആ ഒരു വിമർശനം മാത്രമേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെ അവർക്ക് ഉന്നയിക്കാൻ സാധിച്ചുള്ളൂ. അല്ലാതെ ഒരു ചോദ്യത്തിന് നേരെ അപ്പോൾ ആ ഒരു പ്രസംഗം മുതൽ ഭയന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രത്തോളം വലിയ രീതിയിൽ സീറ്റുകൾ കൈവരിക്കാൻ സാധിച്ചത്? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇത്രയധികം ശക്തനായിരിക്കുന്നു എന്ന രീതിയിൽ അമിത്ഷാ ഭയക്കുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ ഓൾറെഡി നമ്മുടെ രാജ്യത്ത് ഈ ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ബലം കൂടിയിരിക്കുന്നു. മറ്റ് സഖ്യകക്ഷികൾ ചേർന്നിട്ടാണെങ്കിൽ കൂടിയിരിക്കുന്നു. ഇതിനു പുറമെ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെയും കൂടി ചെന്ന് സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അവരുടെ വശത്താക്കുന്നത് എന്തുകൊണ്ടും ഇന്ത്യയിൽ ഭൂരിപക്ഷമായിട്ടുള്ള BJPക്ക് എതിരെ ഉള്ളൊരു തിരിച്ചടി തന്നെ ആകാൻ സാധ്യതയുണ്ടെന്ന് അമിത്ഷാ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസുകൾ മാത്രം എടുത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നത്. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെയല്ല, രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയാണ് അവിടെ തളർത്താൻ അമിത്ഷാ ശ്രമിക്കുന്നത്. പക്ഷെ ഒരിക്കലും ആ ഒരു ശ്രമം വിജയകരമാവില്ല. അതൊരു ഭയം കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. നാളെ ഞങ്ങൾക്കെതിരെ ഇപ്പൊ അത് തെളിയിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. നാളെ തങ്ങൾക്കെതിരെ നിന്ന് പോരാടാൻ ശക്തനായിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നൊരു ഭയമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക്. അതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി സന്ദർശിച്ചത്. എവിടെയൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഏതൊക്കെ സ്ഥലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലായി പല തട്ടിലുള്ള ജനങ്ങളെയാണ് സന്ദർശിച്ച് അവരുടെ ജീവിത നിലവാരം വിലയിരുത്തിയത് അദ്ദേഹം. അതെല്ലാം അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഓരോ നീക്കങ്ങളും രാഹുൽ ഗാന്ധിയുടെ താഴെത്തട്ട് മുതൽ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരായിട്ടുള്ള സിവിലിയൻസ് ആയിട്ടുള്ളവരെ വരെ സന്ദർശിക്കുന്നത് അവരെ ഭയക്കുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്.